എല്ലാവർക്കും പുതുവർഷ ആശംസകൾ കേട്ടോ. താമസിച്ചു. 63ാമത് കേരള സ്കൂൾ കലോത്സവം പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ നൈസർഗിക കലാ സാഹിത്യപരമായ കഴിവുകൾ കണ്ടെത്തി പരിപോഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യമരുളാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. 2014 അവസാനമായി തിരുവനന്തപുരത്ത് വെച്ച് കലോത്സവം നടക്കുന്നത്. 1957 തുടങ്ങി ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായി വളർന്ന മേളയിൽ 15,000-ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. ഇതുകൂടാതെ അപ്പീലിൽ വരുന്ന കുട്ടികളും ഉണ്ടാവും. സംസ്കൃതോത്സവവും അറബിക് സാഹിത്യോത്സവവും ഇതോടനുബന്ധിച്ച് നടക്കും. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി ഈ വർഷത്തെ കലോത്സവത്തിൻ്റെ മത്സര ഇനങ്ങളിൽ പെടുകയാണ്. മംഗലംകളി, പന്ന്യനൃത്തം, പളിയനൃത്തം, മലപ്പുലയ ആട്ടം, ഇരുള നൃത്തം എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയ നൃത്ത രൂപങ്ങൾ. അന്യം നിന്ന് പോകുമായിരുന്ന നാടൻ കലകളും പ്രാചീന കലകളും ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന് സ്കൂൾ കലോത്സവം നൽകിയ സംഭാവന എടുത്തു പറയേണ്ടതാണ്. മത്സരത്തിൽ എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പായി 1000 രൂപ നൽകുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തും നിന്നുമുള്ള പ്രഗത്ഭരായ വ്യക്തികളെയാണ് വിധി നിർണയത്തിന് കണ്ടെത്തിയിട്ടുള്ളത്. വിധികർത്താക്കളുടെ വിധി നിർണയത്തിനെതിരെ തർക്കം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അത്തരം ഇനങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനതല അപ്പീൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന കലോത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനായി 19 സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം കമ്മിറ്റിയുടെ ചെയർമാൻമാരാണ്. ശ്രീ ആന്റണി രാജു, അതുപോലെ സംഘാടക സമിതി ചെയർമാൻ ശ്രീ ജി ആർ അനിലുണ്ട്, മേയറുണ്ട്, പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ വിൻസെൻ്റ് ഉണ്ട്, സംഘാടക സമിതിയുടെ വൈസ് ചെയർമാൻ ജോയി ഉണ്ട്, പ്രശാന്ത് ഉണ്ട്, അക്കോമഡേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ. 63ാമത് കലോത്സവത്തിൻ്റെ സ്വാഗതഗാനം തയ്യാറായിട്ടുണ്ട്. ശ്രീ ശ്രീനിവാസൻ തുണേരി രചിച്ച് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ ഗാനത്തിൻ്റെ നൃത്താവിഷ്കരണം കലാമണ്ഡലത്തിലെ കുട്ടികളും പൊതുവിദ്യാഭ്യാസത്തിലെ കുട്ടികളും ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. വയനാട് ദുരന്തത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഭാഗമായി GHSS വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് കരുത്തു പകരുന്നതിന് വേദിയിൽ അവർക്ക് സംഘനൃത്തത്തിന് അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ തന്നെ. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നീ ഇടങ്ങളിൽ കലോത്സവത്തിനെത്തുന്ന കുട്ടികളെയും വിശിഷ്ട വ്യക്തികളെയും സ്വീകരിക്കുന്നതിന് ആവശ്യമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കലോത്സവ ഉദ്ഘാടന വേദിയിൽ അതിഥികളായി എത്തുന്നവർക്ക് പുസ്തകങ്ങളാണ് നൽകുന്നത്. പുസ്തകങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. 2025 ജനുവരി മാസം 4 രാവിലെ 9 മണിക്ക് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെ 63ാമത് കലോത്സവത്തിന് ഔപചാരികമായ തുടക്കം കുറിക്കും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാരക കലാമേളയായ സ്കൂൾ കലോത്സവം 1ാം വേദിയായ MD നിളയിൽ സെൻട്രൽ സ്റ്റേഡിയം രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. അതിഥികൾക്ക് നൽകുവാനുള്ള പരിസ്ഥിതി സൗഹൃദമായ ബാഡ്ജുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഇനി പറയുന്നു. രജിസ്ട്രേഷൻ കമ്മിറ്റി. രജിസ്ട്രേഷൻ SME ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് 3-ന് രാവിലെ 10 മുതൽ ആരംഭിക്കും. 3-ാം തീയതി രാവിലെ 10-ന് ആരംഭിക്കും. 7 കൗണ്ടറുകളിലായി 14 ജില്ലകൾക്കും പ്രത്യേക രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക ഹെൽപ്പ് ഡെസ്കും രജിസ്ട്രേഷൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അക്കോമഡേഷൻ കമ്മിറ്റി. കുട്ടികൾക്ക് ഓൺലൈനായി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അക്കോമഡേഷൻ സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ ആയത് രേഖപ്പെടുത്തുവാനുള്ള സൗകര്യം വെബ് പോർട്ടലിൽ ഒരുക്കിയിട്ടുണ്ട്. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനായി 25 സ്കൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം താമസ സൗകര്യമാണ് ഒരുക്കുക. കൂടാതെ 10 സ്കൂൾ റിസർവായും കരുതിയിട്ടുണ്ട്. താമസത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ സ്കൂളുകളിലും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കും. എല്ലാ സെൻ്ററുകളിലും സൗകര്യങ്ങൾ വിലയിരുത്തി
കുട്ടികൾക്ക് വേണ്ട എല്ലാ സഹായവും ലഭിക്കുന്നതിന് രാവിലെയും രാത്രിയും മതിയായ ആൾക്കാരെ നിയോഗിക്കും. എല്ലാ അക്കോമഡേഷൻ സെൻ്ററുകളിലും ടീച്ചേഴ്സിന് 2 ഷിഫ്റ്റായി ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ പെൺകുട്ടികൾ താമസിക്കുന്ന സ്കൂളിൽ വനിതാ പോലീസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സേവനം ലഭ്യമാക്കുന്നു. കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബാനർ എല്ലാ സെൻ്ററുകളിലും സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ സെൻ്ററുകളിലും മത്സരവേദികൾ, റൂട്ട് മാപ്പ് തുടങ്ങിയവ പ്രദർശിപ്പിക്കും. ഭക്ഷണ കമ്മിറ്റി പുത്തരിക്കണ്ട മൈതാനത്തിലാണ് ഭക്ഷണ പന്തൽ തയ്യാറാക്കുന്നത്. മുൻ വർഷങ്ങളിൽ പോലെ പരേട മോഹന നമ്പൂരിയാണ് ഈ വർഷവും പാചകത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. വെജിറ്റേറിയനാണ്. ഒരേ സമയം 20 വരികളിലായി 4000 പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് പന്തൽ ഒരുക്കിയിരിക്കുന്നത്. 3 രാത്രി ഭക്ഷണത്തോടെയാണ് ഊട്ടുപുരയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പാചക ആവശ്യത്തിനായി ജല ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് ചൂടുവെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ക്ലീനിങ്ങിനായി കോർപ്പറേഷൻ്റെ ജീവനക്കാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഉൽപ്പന്ന സമാഹരണം നടത്തി കലവറ നിറയ്ക്കൽ പരിപാടി നടന്നു വരുന്നു. ഇന്നിപ്പോൾ 4 മണിക്ക് ഇതിന് ശേഷം ബഹുമാനപ്പെട്ട സംഘാടക സമിതി ചെയർമാൻ അത് ഏറ്റുവാങ്ങുകയാണ്. പബ്ലിസിറ്റി കമ്മിറ്റി സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണ പരിപാടികൾ ലഘു വീഡിയോകളായും ഡിജിറ്റൽ പോസ്റ്ററുകളായും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടും എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും കലോത്സവത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കലോത്സവം സംബന്ധിച്ച പോസ്റ്ററുകൾ, ചുവരെഴുത്ത്, ബാനറുകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. വേദിക്ക് ആവശ്യമായ കമാനങ്ങളുടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. വിളംബരജാഥ, നഗര ദീപാലങ്കൃതമാക്കൽ എന്നീ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. പ്രോഗ്രാം കമ്മിറ്റി 25 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മത്സര വേദികൾക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. മത്സരവേദികളിലെല്ലാം കലാപരിപാടികളുടെ വീഡിയോ റെക്കോർഡിങ്ങിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മത്സരവും റെക്കോർഡ് ചെയ്യും. മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തിയ പ്രോഗ്രാം ഷെഡ്യൂൾ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 25 വേദികളിലും 5 ദിവസങ്ങളിലേക്കായി 2 ഷിഫ്റ്റുകളിലായി ആവശ്യമുള്ള ഒഫീഷ്യൽസുകളെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നൽകുന്ന പാർട്ടിസിപ്പൻറ്റ് കാർഡ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ, ക്ലസ്റ്റർ പുസ്തകം എന്നിവ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാം ഓഫീഷ്യൽസിനും ഫോട്ടോ ബച്ച് ID കാർഡ് നൽകുന്നതാണ്. മത്സരഫലങ്ങൾ വേദികൾക്ക് അരികിൽ പ്രദർശിപ്പിക്കുവാൻ ഡിജിറ്റൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സരങ്ങൾ തത്സമയം കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യും. മത്സരങ്ങൾ വീക്ഷിക്കുന്നതിനും മത്സരങ്ങൾ പുരോഗതി തത്സമയം അറിയുന്നതിനും കൈറ്റ് തയ്യാറാക്കിയിട്ടുള്ള മൊബൈൽ ആപ്പ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഉത്സവം എന്ന മൊബൈൽ ആപ്പാണ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. സ്റ്റേജ് ആൻഡ് പന്തൽ 1-ാം വേദിയായി നിശ്ചയിച്ചിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് താക്കോൽ ഏറ്റുവാങ്ങുകയാണ്. നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയാണ്. ടോയ്ലറ്റ് ബ്ലോക്ക്, വിവിധ കമ്മിറ്റികൾക്കും മീഡിയകൾക്കുമുള്ള സ്റ്റാളുകളുടെ പണി പൂർത്തിയായി വരുന്നു. കൂടാതെ ഫയർഫോഴ്സ്, പോലീസ് എന്നിവർക്കുള്ള പവലിയൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണ പന്തലിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു വരുന്നു. പത്രക്കാർക്ക് തന്നെ അറിയാമല്ലോ, ഞങ്ങളെ വരട്ടി വാങ്ങിയല്ലോ പിന്നെ അവർ പറഞ്ഞ സ്ഥലങ്ങളിലെ. മറ്റ് വേദികളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് പന്തൽ ഒരുക്കിയിട്ടുള്ള വേദികളുടെ നിർമ്മാണം ജനുവരി 2-നകം പൂർത്തീകരിക്കും. ഒരു ദിവസം മുമ്പ് തന്നെ ഇന്നുകൊണ്ട് പൂർത്തീകരിക്കും. അതെ, ജനുവരി 2-ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരണങ്ങളും അനുബന്ധമായി പൂർത്തീകരിക്കും. ഇന്ന് 6 മണിക്ക് ലൈറ്റ് കത്തിക്കുകയാണ്. ഓരോ വേദിയിലും ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റിയുടെ വോളണ്ടിയർമാരുണ്ടാവും. കുട്ടികൾക്ക് താമസം ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലും സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തും. സൗണ്ട് എഞ്ചിനീയർമാരും ഓരോ വേദികളിലുണ്ടാവും. ട്രാൻസ്പോർട്ട് ജനുവരി 3 മുതൽ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരുന്ന മത്സരാർത്ഥികളെ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്കും താമസ സ്ഥലത്തേക്കും ഭക്ഷണ പന്തലിലേക്ക് എത്തിക്കുന്നതിന് ഗതാഗത സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും മത്സരാർത്ഥികളെ സ്വീകരിച്ച് വേദികളിലേക്കും അക്കോമഡേഷൻ സെൻ്ററുകളിലേക്കും ഭക്ഷണ പന്തലിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വേദികൾ, അക്കോമഡേഷൻ സെൻ്ററുകൾ, പ്രോഗ്രാം ഓഫീസ് എന്നിവ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള QR കോഡ് സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ട ഡ്രൈവർമാർക്ക് ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് മേളയ്ക്ക് എത്തുന്ന വാഹനങ്ങളിൽ പ്രത്യേകം തിരിച്ചറിയൽ കോഡുകളോട് കൂടിയ സ്റ്റിക്കറുകൾ പതിക്കും. വെൽഫെയർ അടിയന്തര ചികിത്സ ലഭിക്കുന്നതിനായി ഡോക്ടർമാരുടെ സേവനവും ആംബുലൻസും എല്ലാ വേദികളിലും ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തെപ്പറ്റി 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഉണ്ടാകും.
ശുചിത്വം, ആരോഗ്യ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട് ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കും. 25 വേദികളിലും മെഡിക്കൽ ടീമും കൗൺസിലർ ടീമും നിയോഗിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വേദികളിലും കുടിവെള്ള വിതരണത്തിനായി സംവിധാനം ഉറപ്പാക്കിയിട്ടുണ്ട്. വേദികളിലും അക്കോമഡേഷൻ സെൻ്ററുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഹരിത കർമ്മസേനയുടെ സേവനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ലാൻഡ് ഓർഡർ വിശദമായി DCP പറയും. കുറച്ച് രദ്ധചുരുക്കം പറഞ്ഞിട്ട് ബാക്കി പ്രശ്നോട്ട് തരാം, അല്ലെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പോലീസ് വകുപ്പുമായി ചേർന്നുകൊണ്ട് തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിലെ NSS, NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC, സോഷ്യൽ സർവീസ് സ്കീം എന്നീ വിഭാഗത്തിലായി 2500 സ്കൂൾ കുട്ടികളാണ് സേവനം എല്ലാ വേദികളിലും നൽകുന്നത്. മുഖ്യവേദിയിലെ വാഹന പാർക്കിങ്ങിനായി ആറ്റുകാൽ ടെമ്പിൾ പാർക്കിംഗ് ഗ്രൗണ്ട്, പൂജപ്പുര ഗ്രൗണ്ട്, MG കോളേജ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുറച്ച് കൂടുതലുണ്ട് സ്ഥലങ്ങൾ, അത് പറയും. മത്സരവേദികളിലെയും നഗരത്തിലെയും ക്രമസമാധാന പാലനത്തിനും ഗതാഗത ക്രമീകരണത്തിനുമായി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. DCP പറയും. സുരക്ഷാ സംവിധാനത്തിനായി നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കും. പ്രധാന വേദിക്കരികിൽ കൺട്രോൾ റൂം, മറ്റു വേദികളുടെ സമീപത്ത് ഔട്ട് പോസ്റ്റുകളും ഉണ്ടാകും. ഷാഡോ പോലീസിൻ്റെ സേവനവും ലഭ്യമാക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ വേദികളിലെയും അക്കോമഡേഷൻ സെൻ്ററുകളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കും. ട്രോഫി 1986 തൃശ്ശൂരിൽ വെച്ച് നടന്ന 28ാം കേരള സ്കൂൾ കലോത്സവത്തിൽ നിലവിൽ വന്ന 117.5 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്ന ജില്ലയ്ക്ക് നൽകും. ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായരാണ് ഇത് ഡിസൈൻ ചെയ്തത്. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പൂജപ്പുരയാണ് താമസിക്കുന്നതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടുമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചടങ്ങിന് പങ്കെടുപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നടന്ന കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയാണ് ജേതാക്കൾ. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര 3 രാവിലെ തിരുവനന്തപുരം ജില്ലയിൽ എത്തിച്ചേരും. വിവിധ സ്കൂളുകൾ സ്വീകരണം നൽകുകയും ചെയ്യും. വൈകുന്നേരം 5 മണിയോടെ PMGയിൽ എത്തിച്ചേരുന്ന ഘോഷയാത്രയിൽ ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ എന്നിവയുടെ സാന്നിധ്യത്തിൽ പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങുന്നതാണ്. നഗരാതിർത്തിയിൽ സെൻറ്റ് മേരീസിൻ്റെ അവിടെ മേയറും ശ്രീ ആൻ്റണി രാജു, അതുപോലെ പ്രശാന്ത് MLA തുടങ്ങിയവരുടെ നേതൃത്വം ഏറ്റുവാങ്ങും. ജില്ലാതിർത്തിയിൽ ജോയ് MLA, ആറ്റിങ്ങൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങും. ഘോഷയാത്ര കലോത്സവത്തിൻ്റെ മുഖ്യവേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുന്നതാണ്. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ട്രോഫി നൽകുന്നതാണ്. ഗവൺമെൻറ് മോഡൽ HSS സംസ്കൃതോത്സവം, HSS ഗവൺമെൻറ് മോഡൽ LPS തൈക്കാട് എന്നീ സ്കൂളുകളിലാണ് സംസ്കൃതോത്സവം നടക്കുന്നത്. സംസ്കൃത സെമിനാറും പണ്ഡിത ആദരവും ഇതോടൊപ്പം നടക്കുന്നതാണ്. അറബിക് കലോത്സവം, ശിശുക്ഷേമ സമിതി ഹാൾ തൈക്കാട്, ഗവൺമെൻറ് മോഡൽ HSS തൈക്കാട് എന്നീ വേദികളിലായിട്ടാണ് അറബിക് കലോത്സവം നടക്കുന്നത്. അറബിക് എക്സിബിഷൻ ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. വേദികൾ 2 ഷിഫ്റ്റുകളിലായി അധ്യാപകരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. മീഡിയ, അംഗീകൃത മീഡിയകൾക്ക് മാത്രമേ മീഡിയ പവലിയൻ അനുവദിക്കുകയുള്ളൂ. മീഡിയ പ്രവർത്തകർക്ക് പ്രത്യേകം തിരിച്ചറിയൽ കാർഡ് നൽകും. ഞാൻ ഇപ്പം പറയുന്നത് നിങ്ങൾ രേഖപ്പെടുത്തില്ല. നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ധാരണയ്ക്ക് വിരുദ്ധമായി നമ്മൾ ഭീഷണിപ്പെടുത്തി മീഡിയ സ്റ്റാളുകൾ മീഡിയക്കാർ വാങ്ങിയിട്ടുണ്ട്. അത് പത്രത്തിൽ കൊടുക്കണ്ട. പത്രസമ്മേളനം കഴിഞ്ഞിട്ട് സംസാരിക്കാം. പത്രസമ്മേളനം സംസാരിക്കാൻ പറ്റില്ല. അനിയ ഒരു തമാശ പറഞ്ഞാണ് അനിയ. തമാശ ആസ്വദിക്കുന്നില്ലേ? മീഡിയ പാസ് കമ്മിറ്റി അടിച്ചു വിതരണം ചെയ്യും. കലോത്സവ വാർത്തകൾ തത്സമയം നൽകുന്നതിന് ചാനലുകൾക്കും പത്രങ്ങൾക്കും മുഖ്യവേദിക്ക് സമീപ സ്റ്റാറുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മുഖ്യവേദിയിൽ മീഡിയ പവലിയൻ ഉണ്ടായിരിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ, അധ്യാപകൻ, PTA, ശുചിത്വ മിഷൻ, ഹരിത മിഷൻ, കുടുംബശ്രീ, തിരുവനന്തപുരം കോർപ്പറേഷൻ, നാഷണൽ ഗ്രീൻ കോർപ്പസ്, എക്കോ ക്ലബ്ബുകൾ എന്നിവരെ ഉൾപ്പെടുത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. അച്ചടി മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, FM റേഡിയോ, സോഷ്യൽ മീഡിയ എന്നിവയുടെ മാലിന്യമുക്ത കലോത്സവത്തിനു വേണ്ടി പ്രചാരണം നടത്തി വരുന്നു. പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കേരള സ്കൂൾ കലോത്സവം ഹരിത കലോത്സവമായി പ്രഖ്യാപിച്ചു. എല്ലാ വേദികളിലും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഈറ കൊണ്ടുള്ള കുട്ടകളും ഓല കൊണ്ടുള്ള വല്ലങ്ങളും സ്ഥാപിക്കും. ഹരിതചട്ടം നിർദ്ദേശിക്കുന്ന ബാനറുകൾ എല്ലാ വേദികളിലും സ്ഥാപിക്കും.
ജനുവരി 4 രാവിലെ 9-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസ് IAS പതാക ഉയർത്തുന്നതാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയായ സ്കൂൾ കലോത്സവം 1-ാം വേദിയായ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് സ്വാഗതം പറയും. മന്ത്രിമാരായ അഡ്വക്കേറ്റ് GR അനിൽ, K രാജൻ, AK ശശീന്ദ്രൻ, ശ്രീ റോഷി അഗസ്റ്റിൻ, ബാലഗോപാൽ തുടങ്ങി 29 വിശിഷ്ട വ്യക്തികൾ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 1-ാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരം ആരംഭിക്കും. ആ ദിവസം 24 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജനുവരി 8 മുതൽ വൈകുന്നേരം 5 മണി വരെ സമാപന സമ്മേളനം നടക്കും. പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ ടോവിനോ തോമസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഈസ്റ്റ് പോർട്ടിലെ ട്രാഫിക് നിയന്ത്രണം. സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ജനുവരി 4 മുതൽ 8 വരെ കലവള്ളി കിഴക്കേക്കോട്ടയിൽ ട്രാഫിക് നിയന്ത്രണം ഉണ്ടാവും. കിഴക്കേക്കോട്ട മുതൽ ഗണപതി ക്ഷേത്രം വരെ റോഡിൻ്റെ ഇരുവശങ്ങളിലും KSRTCയുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും സർവീസ് നടത്താൻ പാടില്ല എന്നുള്ളവർ ഇന്ന് തീരുമാനിച്ചു. അവരെ സംയുക്ത യോഗം ചേർന്ന് തീരുമാനിച്ചു. കാരണം കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ കുറേ അപകടങ്ങൾ അവിടെ ഉണ്ടായതാണ്. ഈ ഭാഗങ്ങളിൽ നിന്നുള്ള സർവീസുകൾ അട്ടക്കുളങ്ങര, വെട്ടിമുറിച്ച കോട്ടയ്ക്കയം പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് സർവീസ് നടത്തുന്നതായിരിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയമാണ്. തികച്ചും സുതാര്യമായും സ്വകാര്യത ഉറപ്പുവരുത്തിക്കൊണ്ടുമാണ് ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്നത്. യാതൊരു വിധത്തിലുള്ള അഴിമതിയും സാധ്യതകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഒരു മുൻകൈ എന്ന നിലയിൽ സംസ്ഥാന ഇൻ്റലിജൻസിനും വിജിലൻസിനും എല്ലാ ജഡ്ജസിൻ്റെ പ്രവർത്തനങ്ങളും നിരന്തരം നിരീക്ഷിക്കും. ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്.